കുറച്ച് കറ്റാർ വാഴ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുള്ളു മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക മിക്സിയിൽ കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ജ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട, അതിൽ തന്നെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തു നമ്മൾ. പിന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഡബിൾ ബോയിലിങ്ങിലൂടെ നമ്മൾ ഉരുക്കിയെടുക്കുക ചെയ്യണം സോപ്പ് ബേസ് കേട്ടോ. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം സോപ്പ് ബേസ്, അപ്പോഴാണ് പെട്ടെന്ന് മെൽറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ദേ സോപ്പ് ബേസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം 1 കിലോ സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 100 ഗ്രാം നമ്മൾ ജ്യൂസ് ഉണ്ടല്ലോ, കറ്റാർ വാഴയുടെ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്, നന്നായി മിക്സ് ആക്കിയിട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഗ്ലിസറിനും 1 സ്പൂൺ ഗ്ലിസറിനും പിന്നെ 1 സ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നന്നായി സ്മെല്ലൊക്കെ വേണമെന്നുള്ളവർക്ക് പെർഫ്യൂം വാങ്ങാൻ കിട്ടും, അതും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ മോൾഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതൊഴിച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലായിട്ട് അലോവേറയും അതുപോലെ ആൽമണ്ട് ഓയിലും കൂടി വെച്ചിട്ടുള്ള നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, റെഡിയാവും. അപ്പോൾ അതേ നന്നായി ഒന്ന് മെൽറ്റായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേറെ കളറൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ മോൾഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മോൾഡിൽ എപ്പോൾ ഒഴിച്ചാലും താഴെ കൂടെ ലീക്കാവും. അപ്പം ഞാൻ താഴെ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എല്ലാതും സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോൾ ഇത് സെറ്റായി വരും. പിന്നെ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള അലോവേറ ആൽമണ്ട് സോപ്പ് തയ്യാറായി.